Hi guys, എൻ്റെ പേര് ശ്രുതി എന്നാണ്. വെൽക്കം ടു മൈ ചാനൽ മാൻട്ര ആൻഡ് മേപ്പിൾ ലീവ്സ്. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇമിഗ്രേഷനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഈ റീസെൻ്റ്ലി ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ഉണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് നീരജ അമ്മൂസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ. ഷീ ഈസ് UK ബേസ്ഡ് കോണ്ടൻറ്റ് ക്രിയേറ്റർ. അപ്പോൾ പുള്ളിക്കാരിയുടെ ഇപ്പോൾ ഈ അടുത്തായിട്ട് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൽ എനിക്ക് ഡിസ്ക്ലെയിമർ ആയിട്ട് പറയാനുള്ളത്, ഐ ഡോണ്ട് നോ വെദർ ഷീ ഹാസ് ടേക്കൺ മണി ഫ്രം ദീസ് പീപ്പിൾ. ബിക്കോസ് എനിക്ക് അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ബിക്കോസ് നീരജ അമ്മൂസ് ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞായിരുന്നു, ഞാൻ നിങ്ങളെ ചാലഞ്ച് ചെയ്യുകയാണ്, ഞാൻ പൈസ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടു ബി ഓണസ്റ്റ്, ഐ ഡോണ്ട് നോ വെദർ ഷീ ഹാസ് ടേക്കൺ മണി ഫ്രം ദോസ് പീപ്പിൾ. ഇതിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കാനഡയിൽ സ്കൂൾ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്ക് പെട്ടെന്ന് ഒരു ബൂം വന്നപ്പോഴാണ് എൻ്റെ ചാനലിൽ എനിക്ക് കുറച്ച് ആൾക്കാർ ഫോളോവേഴ്സ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, നാട്ടിലും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കാനഡയിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്നെ അപ്രോച്ച് ചെയ്യുകയാണ് മോസ്റ്റ്ലി ഉണ്ടായത്. ഓക്കെ, പക്ഷെ ഞാൻ ചെയ്ത വീഡിയോ കാനഡയിലെ ഉള്ള ആൾക്കാർക്ക് സ്കൂൾ ബസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്ത വീഡിയോ. ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് എന്നെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞോട്ടെ, ഞാൻ ഒരു രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻറ്റ് അല്ല. ഓക്കെ, ഞാൻ കാനഡയിൽ വന്ന് എനിക്കറിയാവുന്ന നോളജ് വെച്ചിട്ട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോൺസ് ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് ഇമിഗ്രേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഇന്ന സ്ട്രീംസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്യാനുള്ള കാരണം, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവും. അത് കുറച്ചും കൂടെ നല്ലൊരു കോണ്ടൻ്റ് ആണ് ആൾക്കാർക്ക് കൺസ്യൂം ചെയ്യാനെന്നുള്ള രീതിയിലാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴത്തേക്കും ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ നീരജ അമ്മൂസിൻ്റെ കേസിൽ ഷീ സെഡ് ദാറ്റ് ഒരു 2 പാർട്ടീസിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറി ആയിട്ട് കുറച്ച് നാൾ നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നടന്നതിലൊന്നും ഷീ ഡസൻറ്റ് ഹാവ് എനി ഇൻവോൾവ്മെൻറ്റ്. പക്ഷെ പ്രോബ്ലം വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരിനെ എല്ലാവരും ചീത്ത വിളിക്കുന്നു, ഞാൻ ഒത്തിരി പൈസ എടുത്തു എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ ചെയ്തത്. ഇപ്പോൾ പുള്ളിക്കാരിനെ പറ്റി ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ പോലും ഭയങ്കര മോശമായിട്ടാണ് നീരജ അമ്മൂസിനെ പറ്റി സംസാരിക്കുന്നത്. I feel like if she just was an intermediary, as she said, പുള്ളിക്കാരിയുടെ ഭാഗത്ത് തെറ്റ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ മണ്ടത്തരം ഇസ് ദെയർ. ഓക്കെ, ആൻഡ് ഷീ ഓൾസോ ഹാസ് അഡ്മിറ്റഡ് ദാറ്റ് എൻ്റെ ആ സമയത്ത് ബുദ്ധിയില്ല, അറിവില്ലായ്മ കാരണം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണെന്ന് ഷീ ഹാസ് ഓൾസോ അഡ്മിറ്റഡ് ഇറ്റ്. ഓക്കെ, അതിൽ കൂടുതലൊന്നും നമുക്ക് ഒരാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. റൈറ്റ്, ഷീസ് ഓൾറെഡി സെഡ് ദാറ്റ്. പക്ഷെ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യു ആർ ഇൻ UK, യു ആർ എ കോണ്ടൻറ്റ് ക്രിയേറ്റർ, യു ഹാവ് 300K സബ്സ്ക്രൈബേഴ്സ്, റൈറ്റ്? യു ഹാവ് സം കൈൻഡ് ഓഫ് യു ഹാവ് ടു ഡു സം കൈൻഡ് ഓഫ് ഡ്യൂ ഡിലിജൻസ് ബിഫോർ ലൈക്ക് പ്രൊമോട്ടിങ് എ ബ്രാൻഡ്, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഇമിഗ്രേഷൻ. ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യണ പോലെയല്ല ഇമിഗ്രേഷൻ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും. ബിക്കോസ് ഈ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ, ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പഠിക്കാനായിട്ടാണ് പോകുന്ന പിള്ളേർ 1000 രൂപയോ 2000 രൂപയോ അല്ല സ്പെൻഡ് ചെയ്യണത്. സ്പെൻഡിങ് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് റുപ്പീസ്, റൈറ്റ്? ഇപ്പോൾ എൻ്റെ ഒരു കസിൻ തന്നെ വീടും പുരയിടവും ഇരിക്കുന്ന ഇത് ലോൺ, അത് ഈട് വെച്ച് ലോൺ എടുത്തിട്ടാണ് കാനഡയിൽ സ്റ്റുഡൻ്റായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചതിക്കപ്പെടുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് ലൈക്ക് അവർ സേവ് ചെയ്ത് വെച്ച് പൈസ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന പൈസയാണ് എടുത്ത് സ്പെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്കും വി ഹാവ് ടു ഡു അവർ ലെഗ് വർക്ക്, വി ഹാവ് ടു ഡു അവർ ഡ്യൂ ഡിലിജൻസ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് എനിക്ക്
ആ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഒത്തിരി മെസ്സേജസ് ഒക്കെ വരാൻ തുടങ്ങി, ഫോളോവേഴ്സ് കൂടിയ സമയത്ത് എനിക്ക് എന്നെ ഒത്തിരി കമ്പനീസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൺസൾട്ടൻസിയുടെ പേരും ഉണ്ടാവും, ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആയിരിക്കും. ദേ വിൽ മെസ്സേജ് മീ, എന്നിട്ട് ചോദിക്കും അവരുടെ കൺസൾട്ടൻസി പ്രൊമോട്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട്. സോ ഞാൻ ഇവർക്കൊക്കെ ചെയ്യുന്ന റെസ്പോൺസ് പറഞ്ഞാൽ ഞാൻ പ്രൊമോഷൻ ചെയ്യാം, പക്ഷേ നിങ്ങളുടെ രജിസ്റ്റേർഡ് കനേഡിയൻ ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റ് ആരാണെന്ന്, അയാളുടെ പേരെന്താണെന്നും എന്നോട് പറയുക. ഞാനത് Canada.ca വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യട്ടെ. ഒത്തൻറ്റിക് ആണെന്ന് ഞാൻ കൺഫേം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്തു തരാം. എന്നിട്ട് ഞാൻ എൻ്റെ പ്രൊമോഷൻ്റെ റേറ്റും പറയും. വാട്ട് ഐ ഹാവ് നോട്ടീസ്ഡ് അബൌട്ട് ദിസ് തിങ് ഈസ് ലൈക്ക്, ഇത് ഞാൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ കൺസൾട്ടൻസി പോലും എനിക്ക് റെസ്പോൺസ് തന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇവരൊക്കെ ഫേക്ക് ആവണം, ഫേക്ക് ആണെന്നല്ല ഞാൻ പറയുന്നത്, ഫേക്ക് ആകാം, ഫേക്ക് ആകാണ്ടിരിക്കാം. പക്ഷേ ഫോർ മീ ദ ഫാക്ട് ദാറ്റ് ദേ ഹാവൻ റെസ്പോണ്ടഡ് അബൌട്ട് ദി RCIC, അത് ഈസ് ഗുഡ് ഇനഫ് ഫോർ മീ ടു ലൈക്ക് നോട്ട് സപ്പോർട്ട് ദോസ് ഫേംസ്. ഞാൻ ഇതുവരെ ആയിട്ടും ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയുടെയും ചെയ്തിട്ടില്ല. കാരണം എനിക്ക് വന്ന് ഒരു 10 താഴെ ആയിരിക്കും എനിക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടാവുക. ആ 10 താഴെയുള്ള ആൾക്കാരുടെ അടുത്തും ഞാൻ RCIC ഇൻഫർമേഷൻ ചോദിച്ചായിരുന്നു. ആരും എനിക്ക് റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. ഇപ്പം നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആണെങ്കിൽ പോലും വാട്ട് ഐ എം സേയിങ് ഇസ് ദാറ്റ് എന്ത് പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ പോലും വി ഹാവ് ടു ഹാവ് സം കൈൻഡ് ഓഫ് ഡ്യൂ ഡിലിജൻസ്. വി ഹാവ് ടു ലുക്ക് ഇൻ ടു ഇറ്റ് ലൈക്ക് റിയലി വെൽ ബിഫോർ ജമ്പിങ് ഇൻ ടു ഇറ്റ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് ഹെഡ് ക്രിയേറ്റേഴ്സ് AI എന്നും പറഞ്ഞിട്ട് ഒരു സ്ഥലത്തുനിന്ന് ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ചില കമ്പനീസിന് പ്രൊമോഷൻ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, വെരി സ്മാർട്ട് മാൻ, ഹി വാസ് ലൈക്ക് ഓക്കെ ഇത് ജെന്യുവൻ ആയിട്ടാണ് തോന്നുന്നത്, ഞാൻ എന്നാലും കുറച്ച് റിസർച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി റിസർച്ച് ചെയ്തപ്പോഴത്തേക്കും ഈ റെഡിറ്റ് പോസ്റ്റിലൊക്കെ ഒത്തിരി നല്ല നല്ല കോമൻസ് ഉണ്ട് ഈ ഇതിനെ പറ്റിയിട്ട്, ഈ കൺസൾട്ടൻസി, ഈ ഹെഡ് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഈ കൺസൾട്ടൻസിനെ പറ്റിയിട്ട് നല്ല റിവ്യൂസ് ഉണ്ട്. ബട്ട് വാട്ട് ഹീ ഡിഡ് വാസ് ഈ എല്ലാ നല്ല കോമൻസിൻ്റെയും അക്കൗണ്ട്സ് പോയി നോക്കിയപ്പോഴത്തേക്കും ഹീ റിയലൈസ് ദാറ്റ് ഓൾ ഓഫ് ദീസ് വെയർ ബോട്ട്സ്. അപ്പോൾ എന്നോട് പറഞ്ഞു നീ അത് ചെയ്യണ്ട, ഇറ്റ് ഡസൻറ്റ് ലുക്ക് ലൈക്ക് ജെന്യുവൻ തിങ്. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ഇത്രയ്ക്ക് കയറി ഇത് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമ്മളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള റിസർച്ച് ചെയ്തിട്ടാണ് പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് പിന്നെ വന്നേക്കുന്ന പല കൈൻഡ് ഓഫ് പ്രൊമോഷൻസും പ്രോഡക്റ്റാണ്, പക്ഷെ ഞാനത് പേഴ്സണലി യൂസ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ഞാൻ അതെന്തിനാണ് വെറുതെ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യിപ്പിക്കുന്നത്? പിന്നെ അതുമല്ല, ഞാൻ അതിനകത്ത് എന്തോരം കാർബൺ ഫുട് പ്രിൻ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഒരു കൊറിയർ സർവീസ് ആണ്, ഒരു ഫുഡ് ഡെലിവറി സർവീസ് ആണ് എന്നൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ആലോചിക്കും അത് നാട്ടിൽ നിന്ന് ഷിപ്പ് ചെയ്ത് ഇവിടെ വരുന്ന സാധനമാണ്. സോ എന്തോരം കാർബൺ ഫുട് പ്രിൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആസ് എ പേഴ്സൺ, ഞാൻ ആസ് എ കോണ്ടൻറ്റ് ക്രിയേറ്റർ, as a person who's put my life in front of social media, like I have my life there, right? അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ടും ഐ വാസ് ലൈക്ക് ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ബിക്കോസ് ഇറ്റ്സ് മണീനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട് ഗൈസ്. ദാറ്റ് ഈസ് to be nice and to be kind and loving to people and make sure that you're not like ആരെയും തട്ടിച്ചും വെട്ടിച്ചും നമ്മൾ കാശ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണാണ് ഞാൻ. പിന്നെ എനിക്ക് വേറൊരു ഇൻസ്റ്റൻസ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ എനിക്ക് ഈ വർക്ക് പെർമിറ്റ്, അവർക്ക് അയച്ചു കൊടുത്ത വർക്ക് പെർമിറ്റിൻ്റെ ലെറ്റേഴ്സ് അയച്ചു തരും. ഐ എം ലൈക്ക്, എന്നിട്ട് ഞാൻ അതെടുത്ത് നോക്കും. അപ്പോൾ ഇത് ജെന്യുവൻ ആണോ ഒന്ന് നോക്കാമോ, ഞാൻ ചേച്ചി കാനഡയിലല്ലേ, ഒന്ന് റിസർച്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറയാമോ എന്നൊക്കെ ചോദിക്കും. ആൻഡ് ഓൾ ഓഫ് ദം ആർ ലൈക്ക് ഈ ഒരു പീസ് ഓഫ് പേപ്പറിൽ കമ്പനി സ്റ്റാമ്പോ കമ്പനി ഇതൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് കമ്പനിയുടെ നെയിമും പ്ലേസും ഒക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ പീസ് ഓഫ് പേപ്പറാണ് ഇവർക്ക് വർക്ക് പെർമിറ്റ് ആണെന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഞാൻ പല പ്രാവശ്യം ഈ അഡ്രസ്സസ് ഗൂഗിൾ മാപ്സിൽ ഇട്ട് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വല്ല കാടോ പറമ്പോ പള്ളയോ ഒക്കെ ആയിരിക്കും. അപ്പം ഞാൻ പറയും കണ്ടിട്ട് ഫേക്ക് ആണെന്നാണ് തോന്നുന്നത്, എനിക്കറിയത്തില്ല, നിങ്ങൾ കുറച്ചും കൂടെ റിസർച്ച് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം. അല്ലാണ്ട് അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ തറപ്പിച്ച് പറയണേ എങ്ങനെയാണ് ഇത് ജെന്യുവൻ അല്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ അവരോട് പറയാറുണ്ട്, എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ട് എനിക്കത് ജെന്യുവൻ കേസായിട്ട് തോന്നുന്നില്ല. ഒരു പ്രാവശ്യം ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ആയപ്പോഴത്തേക്കും ഷീ സെഡ് ദാറ്റ് അവർ ഒരു 4 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഈ വർക്ക് പെർമിറ്റ് വാങ്ങിച്ചതെന്ന്. ആൻഡ് ഐ ഫെൽ സോ ബാഡ്. കാരണം ഇവരൊന്നും ഭയങ്കര വെൽ ഓഫ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്നൊന്നും അല്ല വരുന്നത്. ദേ ആർ ലൈക്ക്
സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്, എങ്ങനെയെങ്കിലും പുറത്തു പോയി രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സമയത്ത് കാര്യമായിട്ട് പറയുവാണ്, കാനഡയിലോട്ട് വരണമെങ്കിൽ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ ത്രൂവേ വരാൻ പറ്റത്തുള്ളൂ, അല്ലാണ്ട് ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. വിസിറ്റിംഗ് വിസയിലൊക്കെ വന്നിട്ട് PR പോലും ആവാണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഇപ്പം ഞാൻ ഇമിഗ്രേഷൻ്റെ ഒരു കാര്യം ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7-8 വർഷമായിട്ട് PR പോലും കിട്ടാത്ത സ്റ്റുഡൻസിനെ എനിക്ക് അറിയാം. ലൈക്ക് അത്രയ്ക്ക് എന്താ പറയുക, സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു പ്ലേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അറിയാവുന്ന 2 ഇമിഗ്രേഷൻ കൺസൾട്ടൻസീസ് ഉണ്ട്. ആൾക്കാർ എനിക്ക് DM ചെയ്ത് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അവരുടെ പേര് പറയാറുണ്ട്. ബിക്കോസ് എനിക്ക് അവരോടൊരു ട്രസ്റ്റ് ഉണ്ട്. എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഒരാൾ എൻ്റെ ടാക്സേഷൻ ചെയ്തതാണ്, അവരിപ്പോൾ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഇങ്ങോട്ട് അയച്ച ആളെയും എനിക്ക് ട്രസ്റ്റ് ഉണ്ട്. ഈ 2 പേരെ അല്ലാണ്ട് ഞാൻ ഇതുവരെയായിട്ടും വേറെ ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിനും ഞാൻ ഇതുവരെയായിട്ടും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആൾക്കാർക്ക് സജസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പല പ്രാവശ്യം ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് കൺസൾട്ടൻസി പോയാലും കാനഡയിലോട്ടാണ് വരുന്നതെങ്കിൽ അവരുടെ RCIC ആരാണെന്ന് ചോദിക്കണം. എന്നിട്ട് വേണം അയാൾ Canada.ca വെബ്സൈറ്റിൽ ഇമിഗ്രേഷൻ്റെ അണ്ടറിൽ RCICയുടെ ലിസ്റ്റിൽ എൻറോൾഡ് ആണോ എൻലിസ്റ്റഡ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഗൈസ്. ബിക്കോസ് നിങ്ങൾക്ക് അപ്പോൾ ഒരു പേരുണ്ട്. ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഈ ഒരു പേഴ്സണെയാണ് ഞാൻ ട്രസ്റ്റ് ചെയ്തതെന്ന് പറയാനായിട്ടോ നിങ്ങൾക്കൊരു പേഴ്സൺ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സൺ ഇല്ല. ദർസ് നോ ബഡി. ഈ കൺസൾട്ടൻസീസൊക്കെ എന്താ പറയുക, പൊങ്ങി വരുന്നത് ഓരോ ദിവസം ഓരോന്നൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അവരെയൊക്കെ എങ്ങനെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു പേര് വേണ്ടേ? അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇയാളെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് ചെയ്തത്, ഇയാളാണ് ഇതിന് കാരണക്കാരൻ എന്ന് പറയാനായിട്ട് ഒരാൾ വേണ്ടേ? അത് കാനഡ ഗവൺമെൻറ് അംഗീകരിച്ച് അവർ പറയുന്ന ആളാണ് ഒരു RCIC. സോ യു ഹാവ് ദാറ്റ് പേഴ്സൺ ടു കംപ്ലെയിൻ, ദാറ്റ് പേഴ്സൺ ടു ലൈക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളുണ്ട്. ഇപ്പോൾ ഈ ഒരു കേസിൽ നീരജ അമ്മുവിൻ്റെ കേസിൽ നീരജ അമ്മുവിനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഷീ ഈസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, ഷീ ഈസ് നോട്ട് എ രജിസ്റ്റേർഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം ഓർ എനിത്തിങ് ലൈക്ക് ദാറ്റ്. അവരുടെ എതിരെ എന്ത് കേസ് കൊടുക്കാൻ പറ്റും? അവർ പറയും അവർക്ക് ഒരു പ്രൊമോഷൻ വന്നു, ഐ ഡിഡ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്, കൈ ഒഴിഞ്ഞു, തീർന്നു, ഡൺ. It's not affecting her life in any ways. The only people who got affected is the people who trusted her name and invested money in that. പിന്നെ ഈ ഫേക്ക് ആയിട്ടുള്ള വർക്ക് പെർമിറ്റ് എടുത്ത് കൊടുത്ത ആൾ, ഹീ ഈസ് ഓൾസോ നോട്ട് എൻ ഓത്തറൈസ്ഡ് പേഴ്സൺ. അപ്പോൾ അവരുടെ പുറകെ എങ്ങനെ പോകാൻ പറ്റും? അപ്പോൾ മൊത്തത്തിൽ ഇറ്റ്സ് ലൈക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഗൈസ്. ലൈക്ക് ഒത്തിരി സ്കാമും ഒത്തിരി തട്ടിപ്പുകളും നടക്കണം. ആൾക്കാരുടെ ശരിക്കുമുള്ള ഇന്നേറ്റായിട്ടുള്ള ആഗ്രഹമില്ലേ പുറത്ത് പോവുക, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക, അതിനെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യണ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു RCIC ആവാനായിട്ട് അറൗണ്ട് $14,000-15,000 സ്പെൻഡ് ചെയ്യണം, ഒരു വർഷം പഠിക്കാൻ പോകണം. അത്രയും പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി ചെയ്തിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേനെ. പക്ഷേ അത് ഇറ്റ്സ് നോട്ട് പോസിബിലിറ്റി ഫോർ മീ. കാരണം എനിക്കിനി എഡ്യൂക്കേഷൻ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ വയബിൾ ഓപ്ഷൻ ഫോർ മീ. അല്ലെങ്കിൽ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ബിക്കോസ് ദി എമൗണ്ട് ഓഫ് ബാഡ് തിങ്സ് ഹാപ്പനിങ് അണ്ടർ ദ നെയിം ഓഫ് ഇമിഗ്രേഷൻ ഇസ് ലൈക്ക് ടു മച്ച്. പിന്നെ ഇപ്പോൾ കാനഡയിൽ തന്നെ കേസാണെങ്കിൽ തന്നെ ഇമിഗ്രേഷൻ കാരണം ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇമിഗ്രേഷനെ പറ്റിയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ബിക്കോസ് ഇത്രയും എന്താ പറയുക, വട്ട് യു കോൾ ഇറ്റ്, അൺസർട്ടനിറ്റീസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ ആൾക്കാരെ എങ്ങനെ എന്ത് പറഞ്ഞ് പറയാം, ഓക്കെ കം ടു കാനഡ ഗൈസ്, ലൈഫ് ഇസ് ഗോയിങ് ടു ബി അമേസിങ്. ഞാൻ വന്ന സമയം പോലെ അല്ല ഇപ്പോൾ. ഓരോ വർഷവും അവർ ഓരോന്നായിട്ടാണ് ഓരോ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് അത്ര അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു RCICക്കോ അല്ലെങ്കിൽ അവർ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിക്കോ മാത്രമാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഈ കൺസൾട്ടൻസീസ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പോൾ എൻ്റെ കേസല്ല പറയുന്നത്, ഓക്കെ, ഐ ഹവ് ഓൾവേസ് ബീൻ എൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആൻഡ് ഐ ഡിഡ്ന്റ് നീഡഡ് എനി ബഡീസ് ഹെൽപ്പ് വെൻ ഐ കെയിം ടു കാനഡ. ലൈക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തരാനായിട്ടൊരു ഹെൽപ്പ് വേണമായിരുന്നു. പക്ഷെ അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരു ടൈം വരെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ്ലി ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഞാൻ. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട്. അച്ഛനും അമ്മയും വളർത്തി
പുറം ലോകമോ പുറം കാര്യങ്ങളോ ഒന്നും കാണാണ്ട് 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ വിചാരം ഈ കൺസൾട്ടൻസിയുടെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറയുന്നത് അക്കോമഡേഷൻ റെഡിയാക്കി തരാം, ഇത് റെഡിയാക്കി തരാം, അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ഒരു കുന്തം ഉണ്ടാവില്ല ഗൈസ്. നിങ്ങളിവിടെ ഇറങ്ങി ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും കൈയും തട്ടി പൊടിയും തട്ടി പോകത്തേ ഉള്ളൂ. സോ നിങ്ങളിങ്ങോട്ട് വരുമ്പോഴാണെങ്കിൽ പോലും യു ഹാവ് ടു ഡു യുവർ ഓൺ റിസർച്ച്. അറിയാവുന്ന ആൾക്കാരോട് ചോദിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഐ വിൽ ഗിവ് യു മൈ ജെന്യുവിൻ റെസ്പോൺസ് അബൌട്ട് തിങ്സ്. എന്നോട് പക്ഷേ ഇപ്പോൾ കുറച്ച് കാര്യമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ജോബ് ഉണ്ടോ, വിസയുണ്ടോ, ഒരു വിസ എടുത്ത് തരാമോ. ഞാനിവിടെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണല്ലോ ഇങ്ങനെ എടുത്ത് തരാനായിട്ട്. ദാറ്റ്സ് നോട്ട് ഹൗ യു ഡു ഇറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഇമിഗ്രേഷൻ പ്രോഗ്രാം വഴിയാണ് വരേണ്ടതെങ്കിൽ എവിടെയാണ് അത് ഉള്ളത്, അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ഉള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കൊരു ലിങ്ക് ഫോർവേഡ് ചെയ്ത് തരാൻ പറ്റും. പക്ഷെ അതിൽ കൂടുതലല്ലാണ്ട് ഒരു വിസ എടുത്ത് തരാനോ നിങ്ങൾ സ്പോൺസർ ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റത്തില്ല. സോ ഇതൊക്കെയാണ് ഗൈസ്. ലൈക്ക് ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇമിഗ്രേഷനെ പറ്റിയിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ആൾക്കാരുടെ ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റിയാൽ മാത്രമാണ് ആൾക്കാരെ ഇങ്ങനെ ചതിക്കപ്പെടുന്നത് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. So if you guys have been approached by somebody and you think that it's not genuine, if you guys reach out to me, എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കൊരു നല്ല റെസ്പോൺസ് തരുന്നതായിരിക്കും. ഓക്കെ, ബിക്കോസ് I don't want you to be cheated on. I don't want you to spend a lot of money and feel bad about losing that money, because ആൾക്കാരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറ്റിക്കുന്ന ആൾക്കാരുടെ മെൻറ്റാലിറ്റി മനസ്സിലാവുന്നില്ല ഗൈസ്. ലൈക്ക് ഹൗ കുഡ് യു ഡു ടു അനദർ പേഴ്സൺ, റൈറ്റ്? മേ ബി ആ ഒരു സ്ഥലത്തായിരിക്കും ഇപ്പോൾ വേൾഡ് നിൽക്കുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ആൾക്കാർക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു 34 വയസ്സിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കൊന്നും ഫ്രീ ആയിട്ട് കിട്ടില്ല ഗൈസ്. ഓക്കെ, ഫ്രീ ആയിട്ട് വരുന്നതൊന്നും ഇറ്റ് വോണ്ട് ബി ദ തിങ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്തെങ്കിലും വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെഗ് വർക്കും അതിൻ്റെ റിസർച്ചും അതിൻ്റെ കാര്യങ്ങളും ചെയ്താൽ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവ് ഔട്ട്പുട്ട് ഉള്ളൂ. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഹ്യൂമൻ ബീങ് ആണ്, നമ്മുടെ നാട്ടുകാരനാണ്, നമുക്ക് വിശ്വസിക്കാം എന്ന് വിചാരിക്കരുത്. അത് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ ടു ഗോ. ആൻഡ് ഓൾസോ ഈ ഇൻഫ്ലുവൻസർ വർഷിപ്പ് എന്ന് പറയുന്നൊരു സംഭവം പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഗോഡും കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഒന്നും ഗോഡും അവർ പറയുന്ന എല്ലാം 100% റൈറ്റും ഒന്നും അല്ല. ഇപ്പം ഞാൻ ആസ് എ ഹ്യൂമൻ ബീങ് ഭയങ്കര ഫ്ലോഡാണ്. എനിക്ക് എൻ്റേതായ ഫ്ലോസ് ഉണ്ട്. ഞാൻ ഒരിക്കലും പറയാറില്ല ഞാൻ ഇങ്ങനെയാണ്. ഇറ്റ്സ് നോട്ട്. ഞാൻ ഭയങ്കര ഫ്ലോഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണ്. പക്ഷേ എനിക്ക് ആരെയും പറ്റിക്കാനുള്ളൊരു മൈൻഡില്ല. ഐ എം നോട്ട് ഗ്രീഡി. അതൊക്കെ എൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നൊരു പേഴ്സണാണ് ഞാൻ. അപ്പോൾ പക്ഷേ എഗെയിൻ ലൈക്ക് അന്നും പറഞ്ഞ് ആരും ഞാൻ പറയുന്നത് ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ലൈക്ക് വേർഡ്. ലൈക്ക് അത് തന്നെ ഞാൻ പറയാനുള്ളത്. ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇഫ് ഐ എം ടെല്ലിങ് യു സംതിങ്, നിങ്ങളും അതിൻ്റെ റിസർച്ചും ലെഗ് വർക്കും ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കിട്ടത്തുള്ളൂ. സോ പ്ലീസ് ഇങ്ങനത്തെ ഉള്ള ചതിക്കുഴികളിലൊന്നും പോയി പെടാണ്ടിരിക്കുക. ഈ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ വിശ്വസിക്കുന്ന പരിപാടി നിർത്തുക. ഓക്കെ, ബിക്കോസ് ദേ ആർ വർക്കിംഗ് ഫോർ മണി ഈസ് വാട്ട് മാറ്റേഴ്സ് ടു ദെം. Okay, എല്ലാവരും is not like doing things out of the kindness of their heart. ആർക്കും മൊറാലിറ്റീസോ അല്ലെങ്കിൽ വാല്യൂസോ സിസ്റ്റംസോ അങ്ങനെയൊന്നും ഇല്ല. ഓക്കെ, മണി സ്പീക്സ് എ ലോട്ട്. ഓക്കെ, അപ്പോൾ തിങ്ക് അബൌട്ട് ദീസ് തിങ്സ് ആൻഡ് മേക്ക് ഡിസിഷൻസ് അക്കോർഡിംഗ്ലി. ഒരിക്കലും ചതിയിലൊന്നും ചെന്ന് പെടാണ്ടിരിക്കട്ടെ. അങ്ങനെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ പ്ലീസ് റീച്ച് ഔട്ട് ടു ലൈക്ക് സംബഡി ഹൂ നോസ് നോളജ് അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്നെ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യണമെങ്കിൽ ഫോർ ഷുവർ ഐ വിൽ ഗിവ് യു മൈ എക്സ്പേർട്ട് അഡ്വൈസ് വിത്ത് മൈ ലിമിറ്റഡ് എക്സ്പെർട്ടീസ് ഓൺ ദീസ് തിങ്സ്. ഒരിക്കലും നിങ്ങൾക്കൊരു റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ തരില്ല. എനിക്ക് അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ലെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. സോ yeah, please, okay, I don't want you guys to get cheated. I don't want you to lose your money or like lose a loved one because of these things. That's not the way to go, right? പിന്നെ ഈ ലൈഫ് ലോങ് ബാനൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പുറത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ് വിൽ ലൈക്ക് അഫക്റ്റ് യുവർ ഫ്യൂച്ചർ ലൈക്ക് ഇൻ എ വെരി വെരി ബാഡ് വേ, റൈറ്റ്? സോ
അങ്ങനെയുള്ള ചതിക്കുഴിയിലൊന്നും പോയി പെടാണ്ട് ഇരിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ എൻഡ് ചെയ്യാണ് ഗായ്സ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ വീഡിയോ. ഇഫ് യു തിങ്ക് ദാറ്റ് ദിസ് ഇൻഫർമേഷൻ ഇസ് important and you need to share to somebody who is expecting to go to a different country and like have a nicer life, do share it with them also so that they can understand that ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ വേണം വരാനായിട്ട് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. ഇനി എൻ്റെ നെക്സ്റ്റ് ടൈം ഞാനൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും വാട്ട് ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ ആൻഡ് ഡു ഇസ് ലൈക്ക് ഞാനിവിടെ 7 വർഷമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ 7 വർഷത്തിൽ ഞാൻ എന്തൊക്കെ പഠിച്ചു, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് you need to consider before coming here എന്നൊക്കെയുള്ള രീതിയിലൊരു വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ചാവ്.